ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായ് സഫാരിയിലാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്, അല്ലേ പൊന്നു ഷാനു? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 9 o'clock ഇറങ്ങി. അപ്പോൾ 9:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ദുബായ് സഫാരി. ഇതാ രണ്ടാൾ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ദുബായ് സഫാരി പാർക്കിലെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗ് 8:30 to ഈവനിങ് 5 o'clock വരെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തോടെ ഇറങ്ങിയത്. Yes. And also I was so happy in the car. അതെ, അപ്പോൾ ഞങ്ങൾ ഇതാണ് ഇതിൻ്റെ Very excited. I know, and I was so excited to see the animals, especially a cheetah. അങ്ങനെ ഇതാ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ദുബായ് സഫാരി പാർക്കിന്റെ ഹായ് പൊന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഒരു ജംഗിൾ ഫീലിംഗ് അല്ലേ? Like jungle book. അപ്പോൾ അതിനുശേഷം So many trees and all, like so many, like they just put like some artificial plants. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ജിറാഫിന്റെ കൂടെ, അതായത് അവര് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫോട്ടോഷോപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. And here we should scan our phone because we did online. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ആണ് എടുത്തത്. അതായത് പെർ പേഴ്സൺ അഡൽസിന് 50 dirhams, കിഡ്സ് ബിലോ 12 years ആണെങ്കിൽ 20 dirhams ആണ് അവര് ചാർജ് ചെയ്യുന്നത്. Even if you want, you could take ticket there also. Yeah. നമ്മളിപ്പോ കിഡ്സ് ഫാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, എന്തെങ്കിലും പറയാറ ഭയ്യക്ക്? ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാ ടോട്ടോയ്സ് ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ആഹാ, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇതാ ഇവിടെ അടുത്തുണ്ട്. ഇതാ നമ്മുടെ ആമകള് കൊറേ ഉണ്ടല്ലേ, അത് കുറച്ച് വലുത്. കാല് നോക്കിയല്ലേ? അടുത്ത് വരുമ്പോ പേടിയാണ്. ഇത് മാനാണോ മുയലാണോ? ഇത് മാനാണോ മുയലാണോ? അപ്പൊ റാബിറ്റ് അല്ല, അത് യൂനിയ പിഗ്. ഇത് നമ്മള് ശരിയായ റാബിറ്റ്. പൊന്നു, അതാ റാബിറ്റ് ഉറങ്ങാം. ഇതാ നല്ല രസമുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്, കാണാൻ നല്ല രസമില്ല ടോയ്ലറ്റ് കാണാൻ. നമ്മളിപ്പോൾ ബേർഡ്സിനെ കാണാൻ പോവാണ്. അപ്പോൾ അവിടെ മാക്സിമം 10 members ആണ് അലൗഡ്. അപ്പോൾ ക്യൂല് വെയിറ്റ് ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് കൗബാണ് കാണാനാണ്.
മൃഗങ്ങളെ കണ്ടു കാണണ്ടേ? റാബിറ്റ്, റോഡൻ, ഗിനിയാപ്പി. എല്ലാം പഠിച്ചു. പിന്നെ എന്തിനെ കാണാൻ നമ്മൾ പോകുന്നത്? ബബൂൺ, കുരങ്ങനെ കാണാം. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയുന്നത്? ഇതിനെ കാണുമ്പോൾ ഓർമ്മ വരും. നാഷണൽ ഡേ ആയതുകൊണ്ടാണ് അവർ പരേഡൊക്കെ ഉണ്ടായത്. പിന്നെ അതിനുശേഷം ആക്ച്വലി ഇവിടുത്തെ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ there was a police parade. ആക്ച്വലി ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 3 വില്ലേജസ് ആയിട്ടാണ്. അതായത് ആഫ്രിക്കൻ വില്ലേജ്, പിന്നെ ഏഷ്യൻ വില്ലേജ്, എക്സ്പ്ലോറർ വില്ലേജ്. ഏഷ്യൻ വില്ലേജിൽ തന്നെയാണ് അറേബ്യൻ വില്ലേജും വരുന്നത്. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ ഓരോ സ്റ്റേഷനിൽ അവർ ഡ്രോപ്പ് ചെയ്യും. അതിന് ഓരോ ട്രെയിൻ സ്റ്റേഷനും ഉണ്ട്. പക്ഷേ ഈ ഒരു നല്ല ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കണമെങ്കിൽ നമുക്ക് നടക്കുക തന്നെ വേണം അല്ലേ? Yeah, so I wanted to walk because I wanted to see everywhere too. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇത്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷെ നല്ലൊരു ചൂടല്ലേ? കുഴപ്പമില്ല. മാസ്ക് ഇട്ടില്ലെങ്കിൽ 3000. കഴിച്ചു വെച്ചിട്ട് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാസ്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ. അതുകൊണ്ട് രാവിലത്തെ വെയിൽ പക്ഷെ നല്ലതാണ്. പക്ഷെ അത്യാവശ്യം ചൂടുമുണ്ട്. അത്യാവശ്യം ചൂടുണ്ട്. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും ഇ എല്ലാം കയറും. പക്ഷെ ആ ഒരു കുത്തുന്ന ചൂടില്ല എന്നാലും. അപ്പൊ ഇനി ബാക്കിയുള്ള നമ്മള് ചീറ്റ, ലയൺ, ടൈഗർ എല്ലാത്തിനെയും കാണാൻ പോട്ടെ. എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കല്. ഇതൊരു വലിയൊരു വീതി വിസ്താരമുള്ള ഒരു സ്ഥലം. എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും അറിയില്ല. 119 acres. അത്ര ഏക്കർ. അതുവരെ നടക്കാൻ പറ്റുമോന്ന് അറിയില്ല. ടൈമിങ് എങ്ങനെയാ വരച്ചാല് 8:30 to 5 o'clock. അപ്പൊ ഇപ്പോൾ 11:30 ആയി. അപ്പോൾ ഇനി ഒരുപാട് ടൈമുണ്ട്. പിന്നെ ഇവിടെ ഫുഡൊന്നും ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനി വിശക്കുകയും ചെയ്യുന്നുണ്ട്. കഴിക്കല്ലേ? ഇതാണ് ആഫ്രിക്കൻ വില്ലേജ്. ഇത് ആക്ച്വലി ഇവർ വാട്ടർ സ്പ്രേ ചെയ്യാണ്. പക്ഷെ ഒരു നമ്മളെ കോടമഞ്ഞിങ്ങോ ഫോഗ് നല്ല സുഖമുണ്ടല്ലേ? കാണുന്നുണ്ടോ? ശരിക്കും ആനിമൽസിനെ കാണുന്നതിനെക്കാട്ടി എനിക്കൊരു അത്ഭുതമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരുഭൂമിയിൽ ഇവർ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ നാട് പോലെ ഒരു പച്ചപ്പ് പോലെ ആക്കിയത് ശരിക്കും ഒരു അത്ഭുതം തോന്നി. അത്ര നന്നായിട്ടാണ് അവർ മൊത്തം ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ വില്ലേജിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഞാൻ ആക്ച്വലി ആഫ്രിക്കൻ എലിഫൻസിനെ കണ്ടിരുന്നില്ല നേരിട്ട്. They was about to train over there. That's why they're walking. No, they're not going to train. They was eating. Yeah, eating. Sorry. First I thought There were so many elephants. I know they was walking. And there was this much elephants in a zoo. I know. And we was looking for an elephant everywhere, and we finally found an African village. എലിഫന്റിന്റെ എന്താ ഡിഫറൻസ് മനസ്സിലായ? അതിന്റെ എന്താ ഭയങ്കര വലിപ്പമായിരിക്കും. എന്ത് അതിന്റെ ചെവി, ഇയേഴ്സ്, അത് ഭയങ്കര വലിപ്പമായിരിക്കും. I never knew that. I don't know. Angry now.
പോയിക്കോ നമ്മളെ കാണുന്നില്ല അതാ വന്നത് ഞങ്ങൾക്ക് Which bird is this? Peacock branch when it's raining. ഇവിടെ വന്ന് ഇപ്പം വിടർത്ത് വേണ്ട ഇതിവിടെയുള്ള റെസ്റ്റോറൻ്റ് ആണ്. ആക്ച്വലി നമുക്ക് ദുബായിൽ പുറമേ റോഡിലോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ദുബായ് സഫാരി ഇത് നല്ല ഹൈറ്റിലാണുള്ളത്. ഈ ഒരു റെസ്റ്റോറൻ്റാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ബസ് ട്രെയിന് ഒക്കെ ഉണ്ട് അവിടെ. നടക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ജിറാഫ് അതൊരു 2:30 അവർ ടൈം വന്നത്. ഇത് ആക്ച്വലി എക്സ്പ്ലോറർ വില്ലേജിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു ജിറാഫിനെ വേണമെങ്കിൽ നമുക്ക് ഫീഡും ചെയ്യാവുന്നതാണ്. പക്ഷേ വലിയൊരു ക്യൂ കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വലിയൊരു അമളി മനസ്സിലായത്. ആക്ച്വലി ഇതാണ് കോംബോ ടിക്കറ്റ്സ് ഓൺലി. അങ്ങനെ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ഒരു സഫാരി ജേണി. അതായത് അതിൻ്റെ ഡിപ്പാച്ചർ സ്റ്റേഷനാണിത്. അതായത് 45 മിനിറ്റ്സ് നമുക്ക് ബസ്സിൽ ഒരു ട്രിപ്പ് ഉണ്ട്. അത് കാട്ടിനകത്തുകൂടി. പക്ഷേ ഞങ്ങൾ ആക്ച്വലി 50 ദിറംസിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. ഇത് കോംബോ ടിക്കറ്റാണ്. അപ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കോംബോ ടിക്കറ്റ് അതായത് 85 ദിറംസിൻ്റെ ടിക്കറ്റ് എടുക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ അവിടുന്ന് ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അവിടെ ടിക്കറ്റ്സൊക്കെ സോൾഡ് ഔട്ട് ആയതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആനിമൽസ് മൊത്തം നമുക്ക് ബസ്സിലിരുന്ന് നമുക്ക് അടുത്ത് ഒരു സഫാരി അങ്ങനെ കാണാൻ പറ്റും എന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്ന് പറഞ്ഞത്. പിന്നെ കുട്ടികൾക്കുള്ള കുറേ ഫൺ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലും കയറി. കാരണം ഷാനൊന്നും പൊന്നൂനും ട്രെയിനിൽ കയറാൻ നല്ല ആഗ്രഹം. സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. Show here. Which eagle is this? Golden eagle, sir. What is that? ഇത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു ഗുഹൻ്റെ ഉള്ളിലെത്തിയ ഒരവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യൻ വില്ലേജിൻ്റെ അകത്താണ് അറേബ്യൻ വില്ലേജ്. അപ്പോൾ അങ്ങനെ ഒരു ജേണി ഉണ്ട്. അതായത് നമുക്ക് ബസ്സും പിന്നെ ട്രെയിനും രണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് ഒരു 10 മിനിറ്റ് ഡ്രൈവാണ്. അതിനുശേഷം അവർ നമ്മളെ എൻട്രൻസിൽ അതായത് മെയിൻ എൻട്രൻസിൽ
അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ വരുന്ന നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും മിസ്സായത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കോംബോ ടിക്കറ്റ്സിൻ്റെ. അതുകൊണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കോംബോ ടിക്കറ്റ് തന്നെ എടുക്കുക. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തു മാക്സിമം. കാരണം അറൗണ്ട് ഒരു 6.5 hours ശരിക്കും നടന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ടാവുന്നത്. ഇത് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫുള്ളൊരു ഡെസേർട്ട് ഏരിയ, അതായത് നമ്മുടെ UAE അപ്പോൾ നമ്മുടെ UAEയുടെ നാഷണൽ ആനിമലാണ് അറേബ്യൻ ഓറിക്സ്. അപ്പോൾ മൊത്തത്തിൽ അറേബ്യൻ ഓറിക്സ് ആണ് ഉണ്ടായത്. പിന്നെ ഇത് ഓസ്ട്രിച്ചിനെയും കാണാൻ പറ്റി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. Only a few years ago, got moved 2 classes down in the endangerment. Due to their slow movements, they're an easy target. كانت موجودة في السابق في بيئة الصحراء أيضا، وهي منقرضة اليوم في البرية. هذه الحيوانات تستقر في الظل خلال حرارة النهار. In a desert environment. As its scientific species name, Camelus, suggests that the ostrich was once known as the camel. അങ്ങനെ 5 o'clock ആയപ്പോഴാണ് ഞങ്ങൾ എക്സിറ്റിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masala.